ഷെയ്ഖുന മുഹിയുസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ അരികിൽ ഷെയ്ഖിനരികിൽ പഠിക്കുന്ന കാലത്തും അതിനുശേഷവുമൊക്കെ ആരാണ് CM വലിയുള്ള പാപ്പ? ശരിക്കും ഉസ്താദ് ശിഷ്യഗണങ്ങളെയും മറ്റും അവിടുത്തെ ജീവിതം വരച്ച് കാണിച്ചിരുന്നു, പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവിടുന്ന് വിവാഹം കഴിച്ച് ഞങ്ങളുടെ ഉസ്താദ് കല്യാണം കഴിച്ച് 14 കൊല്ലത്തോളമായി ഒരു കുഞ്ഞിനെ അല്ലാഹു തആല കൊടുത്തില്ല. 14 കൊല്ലമായിട്ട് 14 വർഷത്തോളം. അവസാനം താജുൽ ഉലമയുടെ ഉപ്പാപ്പയുടെ അരികിൽ ചെന്നു വിഷയം പറഞ്ഞു. മംഗലാപുരം ഭാഗത്തൊരു ഡോക്ടറുണ്ട്, ഒന്ന് പോയി നോക്കാൻ. ഉള്ളാളത്തെ ഉപ്പാപ്പയായിട്ട് ബന്ധമുള്ള ഡോക്ടർ, അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല, നിങ്ങൾക്ക് ഒറ്റ മക്കളുണ്ടാവില്ല. മാഷാ അല്ലാഹ്. ഉസ്താദിനോടാ പറയുന്നത്. നേരെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കാണ് വന്നത്. മൽജ, പാവങ്ങളുടെ അത്താണിയാണ് ഷെയ്ഖുന ഖുത്ബുൽ ആലം CM വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. മൽജ ആണ്, പാവങ്ങളുടെ മൽജ ആണ്, ഉലമാഇന്റെ മൽജ ആണ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാവരുടെയും കേന്ദ്രം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് ഷെയ്ഖുന നേരെ വന്നത് ബഹുമാനപ്പെട്ട അരികിലാണ്. അന്ന് മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന കാലം. നേരെ വന്നു. ഉസ്താദ് വിഷയങ്ങ് പറഞ്ഞതും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് 2 മക്കളുണ്ടാവും, 2 കുട്ടികൾ. ഇന്നും ഷെയ്ഖുന ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ലാഹു തആല പൊന്മള ഉസ്താദിന് ഷെയ്ഖുനയുടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ എല്ലാ രോഗവും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊന്മള ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാപ്പ പറഞ്ഞ വാക്കാണ്. ആര് പറഞ്ഞു? 2 മക്കളുണ്ടാവും. ഷെയ്ഖുനാക്ക് 2 കുട്ടികളുണ്ടായി. പിന്നെ മക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ് പൊന്മള ഉസ്താദ്. ഞാൻ പറയേണ്ടതില്ല, ആലിമീങ്ങൾക്കൊക്കെ അറിയാം. അവിടുന്ന് ഒരിക്കൽ ഒരു വിസ അങ്ങനെ ഉണ്ടല്ലോ, അതൊരു ഓരോ ഘട്ടല്ലേ. അപ്പൊ ഷെയ്ഖുനാക്കാരോ വിസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ ചില ഉസ്താദ്മാർക്കൊക്കെ, ചിലപ്പോ ഫാദിൽ ഉസ്താദൊക്കെ, മുസ്തഫ ഫാദിൽ ഉസ്താദൊക്കെ അങ്ങനെ ചിലപ്പോൾ താല്പര്യം വരും. അത് ഒരു സഭയാണ്. അത് ഗൾഫ് പോയാൽ തെറ്റില്ല അതൊക്കെ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാല്, പിന്നെ ഷെയ്ഖുനാക്കൊരു തോന്നല്, ഗൾഫിലൊന്ന് പോയാലോ, ഇത്രയും വലിയൊരു മുത്തേ, പാണ്ഡിത്യത്തിന്റെ നിറകുടം, ഗൾഫ് പോയാലോ എന്നൊരു തോന്നല്. അങ്ങനെ എന്നാ ചോദിച്ചു വെക്ക ഉപ്പാപ്പയോട്, എന്താ പറയണ വെക്ക. ചെന്ന ഉടനെ ഉപ്പാപ്പ പറഞ്ഞ്, നന്നായി ദർസ് നടത്തിക്കൊള്ളിന്ന്, എവിടെയും പോകണ്ട, നന്നായി ദർസ് നടത്താം, ഇനി പോകാന്ന്. വേറൊന്നുമില്ല. ആരാണെന്നുള്ളത് ശരിക്ക് ഉസ്താദുമാരുടെ കൽബിൽ അങ്ങ് പതിയാണ് ഉപ്പാപ്പാരാന്നുള്ളത്. മാഷാ അല്ലാഹ്. ഞാൻ ദർസ് തുടങ്ങിയ ആദ്യകാലത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്നെൻ്റെ ഉസ്താദിന്റെ കൂടെ, അന്നത്തെ ഉസ്താദിന്റെ കൂടെ അവിടുത്തെ ഹദ്റത്തിൽ വന്ന് 3-4 പ്രാവശ്യം മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ നാഫിയ ഇൽമു നൽകുമാറാവട്ടെ. അല്ലാഹു നാഫിയ ഇൽമു നൽകുമാറാവട്ടെ. ആരെയും വെറുപ്പിക്കാത്ത ഒരു ഹൃദയം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അന്ന് ഉസ്താദ് വലിയൊരു അജബ്, ഇടക്കിടക്ക് വരും. ഒന്ന് പണ്ടൊരു സലാം ചൊല്ലി ദ്വാരക്കളെന്ന് പറയാ, ഒരു വാക്ക്, എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അങ്ങ് പോയി. ഇതിനാണ് ഇപ്പൊ വരുന്നത്. പക്ഷേ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഉസ്താദിന്. അപ്പൊ വരുമ്പോ ഉസ്താദിന്റെ കൂടെ അൽഹംദുലില്ലാഹ് ഒരു പ്രാവശ്യം ഉസ്താദ് വന്നു. ഉസ്താദിന്റെ തൊട്ടു മുന്നിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. പ്രായം ചെന്നൊരു മനുഷ്യൻ. ഞാൻ പഠിക്കുന്ന അന്ന് നഹ്വും കിതാബ് ഓതുന്ന സമയം. അപ്പൊ പ്രായം ചെന്ന മനുഷ്യൻ ഉസ്താദിന്റെ മുന്നിലുണ്ട്. അപ്പൊ വന്നിട്ടുള്ളത് എന്തിനാണ്? അയാളും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ട്. വയസ്സായ ഉമ്മ.
അപ്പൊ ഇയാള് ഉസ്താദിന് എത്തിങ്ങനെ ഷെയ്ഖുനാന്റെ അരികെ എത്തുമ്പോ ഉടനെ പറഞ്ഞു, മോൻ നാട് വിട്ടോട്ട് കുറെ കാലായി, കുട്ടിനെ കണ്ടിട്ട് കുറെ കാലായി. അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു, കാണും കുളിപ്പിച്ചു കൊണ്ടുപോവാ, കാണും കുളിപ്പിച്ചു കൊണ്ടുപോവാ. പക്ഷെ ഈ നാടൻ വയസ്സായ ആളല്ലേ, ആള് പോണില്ല. അപ്പൊ എല്ലാരും കൂടി പോയിക്കോളി എന്ന് പറഞ്ഞു വിട്ടു. അതിന് ഉസ്താദ് മാഷാ അല്ലാഹ് വേർപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അന്ന് അങ്ങനത്തെ ഒരു കാലാണ് ഉസ്താദ്. അന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ട അത് നടക്കുക. 30 ദിവസം ഉണ്ടെങ്കിലേ നടന്നൂടെ, അതിന് ചായ അടിച്ചുകൂടെ എന്നുള്ള സഖാവസ്ഥ അന്നത്തെ കാലം അങ്ങനല്ലേ. അപ്പോ ഉസ്താദ് നടക്കുകയാണ്. അപ്പൊ ആ സമിതി ഈ വയസ്സായ വ്യക്തിയും ആളെ ഭാര്യയും അവരിങ്ങനെ നടക്കുക. അപ്പൊ ഈ തള്ള ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? അപ്പൊ കാണും കുളിപ്പിച്ചു കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയേണ്ടത്. അങ്ങനെ നടക്കുമ്പോ ഈ നടത്തത്തിൻ്റെ ഇടയിൽ നടത്തത്തിന് ഇടതുഭാഗത്ത് ഒരു ആകെ തൊപ്പറ, മൊത്തം ചെടകുത്തിയ മുടിയും നഖം വെട്ടിയിട്ടിലൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാണുന്ന ആളുകളൊക്കെ ചോദിക്കും, കാക്ക കാക്ക 10 പൈസ തരുമോ? തള്ളാരെ കണ്ട ഉമ്മാമ്മ 10 പൈസ തരുമോ? ഉമ്മാമ്മ 10 പൈസ തരും. അപ്പൊ ഈ വയസ്സായ ആളോട് കാക്ക കാക്ക 10 പൈസ തരുമോന്ന് ചോദിക്കുന്നുണ്ട്. സ്വന്തം മോനാട്ടെ ഈ ചോദിക്കണത്. അപ്പോ ഉപ്പാക്ക് അറിയില്ലേ, വാപ്പയും ഉമ്മയും തമ്മിലെ വ്യത്യാസം അതാ. അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തിട്ട് ഉമ്മ 10 പൈസ ചോദിച്ചു. ഉമ്മാന്ന് വിളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ, ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി, എത്ര കാലം നമ്മളൊരു 10-25 കൊല്ലം വിട്ടുവരിഞ്ഞാലും നമ്മളെ ഉമ്മാക്ക് നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല. പാവങ്ങളാണ് ഉമ്മയും ബാപ്പി. അപ്പൊ ഉമ്മാമ്മ 10 പൈസ ചോദിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ്. ആ മോനൊരു അടച്ചു കൂട്ടൽ. ഉസ്താദ് വഫാത്ത് വരാ ആ രംഗം അത് വല്ലാതെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കുമത്തിൽ പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കാണും കുളിപ്പിച്ചു കൊണ്ടുവന്നല്ലേ, അതൊരു ദിവസമായിട്ടില്ല, ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശൈഖുന ഖുതുബുൽ ആലം സിയം പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ന് ഈ കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ്. ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇന്ന് കാണുന്ന പണ്ഡിത മുത്തുകളുടെ ഈ റിഫഅത്തിന്റെ അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് എല്ലാ മഹത്തുക്കളും അഹ്ലുസുന്നയിലെ മുഴുവൻ പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിതന്മാരുടെയും മൽജഅാണ്, കേന്ദ്രമാണ്, എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വലിയ എങ്ങനെയാണ് പറയാ എനിക്കറിയൂല, എനിക്ക് സാധിക്കൂല, അത് വിവരിക്കാൻ ഞാൻ അശക്തനാണ്, അർഹനല്ല. അതേ സ്ഥാനത്ത് വലിയ ഉയർച്ചയാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലുത് ഞാൻ എൻ്റെ ഉസ്താദുമാരിൽ നിന്ന്, അതുപോലെ തന്നെ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുപിടിച്ചത്, അവിടുത്തെ ഹൃദയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കൂല. ഒരു സുന്നത്ത് നോമ്പാവട്ടെ, വധു നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി വധു എടുത്തു പോവില്ലേ, അതെല്ലാം ആ വധുവിൻ്റെ താമായ രൂപത്തിൽ തന്നെ. വധു എടുക്കുന്നത് പ്രവൃത്തിയാലാവട്ടെ കൗലം നിലക്കാവട്ടെ, എല്ലാം ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ. അവിടുന്ന് ഓരോന്നും മാത്രമല്ല, അവിടുന്ന് സുഹുദുമായി മാഷെല്ലാം ത്യജിച്ച് നടന്ന ആ സമയത്തെക്കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഖൽബിലുണ്ടായിരുന്നത് മദീന, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളയും അവിടുന്ന് കിടക്കുന്ന മദീന പൂന്തോപ്പ്, അത് വല്ലാതെ ശൈഖുനയുടെ ഖൽബിൽ പതിഞ്ഞിരുന്ന കാഴ്ച. പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ക് അത് വിവരിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്തുക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം